morning. Today we are going to discuss about drug profile, leaflets, and packaging inserts. So these are three things we have to consider separately. First, we will discuss about drug profile. Okay. So drug profile. എന്താണ് drug profile? The aim of a drug profile is to provide concise review of the pharmacology, clinical efficiency, and tolerability of a drug. നമ്മുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വേർഡിങ്സിനകത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ദ മെയിൻ എയിം ഓഫ് ദി ഡ്രഗ് പ്രൊഫൈൽ ഈസ് ടു പ്രൊവൈഡ് സം ഇൻഫർമേഷൻ റിഗാർഡിങ്, അതായത് അതിന് ഫാർമക്കോളജിക്കൽ ആസ്പെക്റ്റുമായ ഇൻഫർമേഷൻ, ക്ലിനിക്കൽ എഫിഷ്യൻസി ഓഫ് എ ഡ്രഗ്. അപ്പൊ നമ്മളൊരു ഡ്രഗിന്റെ അത് എത്രമാത്രം എഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ നമുക്കത് എത്ര യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ പർപ്പസിന് യൂസ് ചെയ്യാം, ആൻഡ് ടോളറബിലിറ്റി, എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ നമുക്കത് സാധിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഒരു ഫൈനൽ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു കൺസൈസ് റിപ്പോർട്ടാണ് നമുക്ക് ഡ്രഗ് പ്രൊഫൈൽ എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഡ്രഗ് പ്രൊഫൈലിനകത്ത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രഗ് പ്രൊഫൈലിൽ നമ്മൾ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഫാർമക്കോളജിക്കൽ ആസ്പെക്ട്സും അതിന്റെ ക്ലിനിക്കൽ സൈഡും. സോ അതിന്റെ ഫാർമക്കോളജിക്കൽ ആസ്പെക്ട് എന്നുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫാർമക്കോളജിക്കൽ അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട്. അതായത് അതിന്റെ ADR അല്ലാത്ത ബാക്കി എല്ലാ ആസ്പെക്റ്റുകളും, ഉദാഹരണത്തിന് അത് അതിന്റെ ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടീസ്, ബയോഅവൈലബിലിറ്റി, ഫാർമക്കോഡൈനാമിക് പ്രോപ്പർട്ടീസ് എക്സെട്ര. ഇപ്പോൾ ക്ലിനിക്കലി നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന് എന്തൊക്കെ ADRുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്സികൾ, അത് കഴിച്ചാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടാവും, അത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. So usually, the authors are encouraged to provide a critical appraisal of the most important and up-to-date information. അത് രണ്ട് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. That is the most important things should be highlighted in this, and that drug profile should be an up-to-date information. അതായത് ഡ്രഗ് ലോഞ്ച് ചെയ്യുന്ന കാലത്ത്, മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന കാലത്തുള്ള അതേ ലീഫ്ലെറ്റ് തന്നെ എല്ലാ വർഷവും അത് റിപ്പീറ്റ് ചെയ്യത്തില്ല. അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടോ, അത് എവ്രി ഇയർ അല്ലെങ്കിൽ എവ്രി ന്യൂ ബാച്ചസ് ദേ വിൽ അപ്ഡേറ്റ് ദി drug profile, which provide their own viewpoint on the role of the drug in clinical practice. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡ്രഗ് പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് അത് എന്താണ് അപ് ടു ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഒരു ഫേസ് 4 ട്രയൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രഗ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് 4 ട്രയൽ നടക്കുമ്പോൾ we will gather so many information from the market. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ അത് കഴിക്കുമ്പോൾ ഇത്ര ശതമാനം ആളുകൾക്ക് ഇന്ന ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇന്ന പോപ്പുലേഷൻ അതൊരു ഇഷ്യൂ ഉണ്ടാവുന്നു, ലൈക്ക് സോ മെനി തിങ്സ് വിൽ കം ഫ്രം ദ മാർക്കറ്റ്. സോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നെക്സ്റ്റ് ബാച്ച് വരുമ്പോഴത്തേക്ക് ദേ വിൽ അപ്ഡേറ്റ് ദ സെയിം. സോ അതിനകത്ത് ഒരു പുതിയ ഒരു ADR റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അപ് ടു ഡേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. So what are the information included in the drug profile? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഡ്രഗ് പ്രൊഫൈലിനകത്ത് ബേസിക്കലി ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് തിങ്, നെയിം ഓഫ് ദ ഡ്രഗ്. നെയിം ഓഫ് ദ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പോൾ റീസെന്റ് ഇന്ത്യൻ സിനാരിയോ വെച്ചിട്ട് ബ്രാൻഡ് നെയിമിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ അതിനകത്ത് നമുക്ക് ഉള്ളത് ട്രേഡ് നെയിം, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം എന്തായാലും ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ ട്രേഡ് നെയിം ഉണ്ടായിരിക്കും. അത് അവരുടെ ഒരു സീക്രസിയാണ്. അപ്പോൾ അത്തരം പേര് അതിന്റെ കൂടെ തന്നെ തൊട്ടടുത്ത് തന്നെ അതിനകത്ത് അതിന്റെ ജനറിക് നെയിം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രഗിനെ സംബന്ധിച്ചിടത്തോളം ഡ്രഗ് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ജനറിക് നെയിമും അതുപോലെ തന്നെ അതിന്റെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ട്രേഡ് നെയിമുമാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഏത് ക്ലാസിഫിക്കേഷന് വരുന്ന ഡ്രഗ് ആണ് എന്നുള്ളതാണ് ബേസിക്കലി. അതായത് ബേസ്ഡ് ഓൺ ദ എഫക്ട് ആൻഡ് ദി മെക്കാനിസം ഓഫ് ആക്ഷൻ, അതിന് എങ്ങനെയാണ് അത് ഏത് കാറ്റഗറി വരുന്നതാണ് എന്നുള്ളത് വെച്ചിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ബേസ്ഡ് ഓൺ ദി അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന പാർട്ട് സെപ്പറേറ്റ് ഇൻഫർമേഷൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഇന്ന ഏരിയയിൽ പോയി ആക്ട് ചെയ്യുന്നു, ഇന്നതാണ് ഇതിന്റെ ആക്ഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. ദെൻ വരുന്നത് ഇൻഡിക്കേഷൻസ്. ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്
റീസൺ അല്ലെങ്കിൽ കണ്ടീഷൻസ് ബൈ ദ മെഡിക്കേഷൻ ടു ഗിവ്. അതായത് ഇത് എന്തിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ റീസണ് നമുക്ക് ഈ ഡ്രഗ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫാർമക്കോകൈനറ്റിക്സ്. ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. ആ ഡ്രഗ് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ എത്ര ശതമാനം എവിടെയൊക്കെ വെച്ച് അബ്സോർപ്ഷൻ നടക്കുന്നു, എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എത്ര ടൈം കൊണ്ട് നടന്നു പോകുന്നു, എക്സെട്ര. അത് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സെപ്പറേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കണം അതിന് മെറ്റബോളിസം, സൈറ്റ് ഓഫ് മെറ്റബോളിസം, ഏത് സൈറ്റിലാണ് മെറ്റബോളിസം നടക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളിസത്തിനകത്ത് എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ എൻസൈംസ് ആണ്, ഏതൊക്കെ ബോഡിയുടെ മെക്കാനിസംസ് ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ലൈക്ക് സോ മെനി തിങ്സ് വിൽ കൺസിഡർ അണ്ടർ ദിസ്. ആൻഡ് ഫൈനലി ഹൗ ഇറ്റ് വിൽ എലിമിനേറ്റ് ഫ്രം ദ ബോഡി, ഏത് റൂട്ടിലൂടെയാണ് അത് എലിമിനേറ്റ് ചെയ്യുന്നത്. ഇത്രയും ആസ്പെക്ട് ആണ് നമ്മൾ ഫാർമക്കോകൈനറ്റിക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അടുത്ത പോയിന്റ്, അതായത് 6th പോയിന്റ് എന്ന് പറയുന്നത് അഡ്വേഴ്സ് എഫക്ട്സ് ഓർ സൈഡ് എഫക്ട്സ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ഡ്രഗ്സിനൊക്കെ ഒത്തിരി നമുക്ക് ഒരുപാട് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആൻഡ് എക്സ്പെക്ടഡ് ഔട്ട്കംസ്, ഐ മീൻ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ there will be some skin irritation, അല്ലെങ്കിൽ ഒരു സംതിങ് ഒരു എന്തെങ്കിലും ഒരു റിയാക്ഷൻസ് പോലെ ഉണ്ടാവും. നമുക്ക് സൂപ്പർഫിഷ്യൽ സ്കിന്നിൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി എക്സ്പെക്ട് ചെയ്യാത്ത ഒന്നാണെങ്കിൽ അത് ഇങ്ങനെ സസ്പെക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതും അവരതിനെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 100 പേര് കഴിച്ചാൽ ഒരാൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ആൾസോ വിൽ ഇൻക്ലൂഡ് ദിസ് ഇൻ ദി ഡ്രഗ് പ്രൊഫൈൽ. അടുത്തത് അത് റേറ്റ് ഓഫ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഏത് റൂട്ട് വഴിയാണ്, അതായത് നമ്മളിപ്പോൾ ഓറലി ആണോ എടുക്കേണ്ടത്, അല്ല സബ്ലിംഗ്വലി ആണോ, അല്ലെങ്കിൽ അതിന്റെ ഇഞ്ചക്ഷൻ ആണോ, ഹൈപ്പോഡെർമിസിലാണോ ഉപയോഗിക്കേണ്ടത്, അത് എക്സെട്ര സോ മെനി തിങ്സ്, ലാർജ് വോളിയം പാരൻകിൾസ് ആണോ, അങ്ങനത്തെ, അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, മുതലായ കാര്യങ്ങളാണ് നമ്മുടെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അടുത്തത് വരുന്നത് ഡ്രഗ് ഫോംസ്. ഡ്രഗ് ഫോംസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവൈലബിൾ ഫോംസ്, അതായത് ഇത് ഏതൊക്കെ രീതിയിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും, ഇത് അല്ലെങ്കിൽ ഈ ഡ്രഗ് ഏതൊക്കെ രീതിയിലുള്ള മാർക്കറ്റിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് 9ാമത് വരുന്നത് ഡോസസ് ആണ്. എമൗണ്ട് ഓഫ് ദി മെഡിക്കേഷൻ ദാറ്റ് ഷുഡ് ബി അഡ്മിനിസ്ട്രേഡ് ഫോർ എ പർട്ടിക്കുലർ കണ്ടീഷൻ. How much milligram should be administered for a particular clinical situation. അതാണ് ഡോസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഹൈപ്പർഗ്ലൈസീമിയ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഇത്ര ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടെങ്കിൽ, അതായത് പർട്ടിക്കുലർ മില്ലിഗ്രാം ഉണ്ടെങ്കിൽ ദിസ് മച്ച് മില്ലിഗ്രാം യു ഹാവ് ടു ആഡ്. അത് ഇത്ര മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഡയബറ്റീസ് ഹൈപ്പർഗ്ലൈസീമിയ ഷുഗർ കണ്ടന്റ് ഉള്ള ഒരാളിലാണെങ്കിൽ ഇത്ര, ഫോർ എക്സാമ്പിൾ 500 മില്ലിഗ്രാം 3 ടൈംസ് കൊടുക്കണം, അതല്ലെങ്കിൽ 500 മില്ലിഗ്രാം 2 ടൈംസ് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ 500 മില്ലിഗ്രാം വൺസ് ഇൻ എ ഡേ കൊടുക്കാം. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആണ് ഡോസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. കണ്ടിന്യൂസ്ലി വരുന്നതാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ അണ്ടർ വിച്ച് ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ടു അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻ, അതായത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അഡ്മിനിസ്റ്റർ ഇൻ സച്ച് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നമ്മളൊരു ഹൈപ്പർഗ്ലൈസീമിയ ഉള്ള ഒരു പേഷ്യന്റ് ഇത് കൊടുത്തുകൂടാ, അല്ലെങ്കിൽ ഒരു ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള പേഷ്യന്റ് ഇത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻസീവ് കേസിന് ഇത് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഡയബറ്റീസ് വുമണ് കൊടുക്കാൻ പാടില്ല, എസ്പെഷ്യലി ഇൻ സം കേസസ് പ്രഗ്നന്റ് വുമണ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ കണ്ടീഷൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ്, അതായത് കൊടുത്തുകൂടാൻ പാടില്ലാത്തത്. അടുത്തത് വരുന്നത് ഫോളോഡ് ബൈ ദിസ് വിച്ച് ഈസ് മോർ സിമിലർ ടു കോൺട്രാ ഇൻഡിക്കേഷൻ, ദാറ്റ് ഇസ് സ്പെഷ്യൽ കണ്ടീഷൻ ഓർ സ്പെഷ്യൽ കൺസിഡറേഷൻ. സ്പെഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇൻഫർമേഷൻ നെസസറി ടു അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ ടു ദി പീഡിയാട്രിക്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു പീഡിയാട്രിക്സിലോ അതല്ലെങ്കിൽ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ജെറിയാട്രിക് പേഷ്യന്റ് ഓർ അതർ ഗ്രൂപ്പ്, എസ്പെഷ്യലി ഡിഫൈൻഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അപ്പൊ നമ്മൾ ആ കണ്ടീഷന് കൊടുക്കാം കൊടുക്കാതിരിക്കാം എന്നുള്ള ഡീറ്റെയിൽസിനെയാണ് നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ കംസ് അണ്ടർ ദി ഡ്രഗ് പ്രൊഫൈൽ, അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ദി ഡ്രഗ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ 11 ആസ്പെക്ട് ആണ്. ഈ 11 ആസ്പെക്ടിനകത്തുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഡ്രഗ് പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, അതായത്
ഇന്നലെ പ്രിന്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ദാറ്റ് ഷുഡ് ബി അപ്ഡേറ്റഡ് ഇൻ ദിസ് ആൻഡ് കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് ആയിട്ട് ഒരു ഡ്രഗിന്റെ കൂടെ കിട്ടുന്നതിനെയാണ് നമ്മൾ ഡ്രഗ് പ്രൊഫൈൽ എന്ന രീതിയിൽ അറിയുന്നത്. താങ്ക് യു.